സൈക്കിളിൽ വസ്ത്രങ്ങൾ വിൽക്കുന്ന ജോലിയായിരുന്നു അത്തർ ഹുസൈന്. കച്ചവടം കഴിഞ്ഞ് മടങ്ങും വഴി സൈക്കിൾ പഞ്ചറായി. പഞ്ചർ ഒട്ടിക്കാൻ ഒരു കട തിരയുന്നതിനിടെ ഒരു കൂട്ടം ആളുകൾ മുന്നിലെത്തുന്നു. 20ഓളം ആളുകൾ ഉണ്ടായിരുന്നു. അവർ പേര് ചോദിച്ചു. മുഹമ്മദ് അത്തർ ഹുസൈൻ എന്ന് മറുപടി. മുസ്ലിമാണോ എന്ന് വീണ്ടും ആരൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ കൂട്ടത്തിലെ കുറച്ചുപേർ ചേർന്ന് ഹുസൈനെ പിടിച്ചുവെച്ച് അദ്ദേഹത്തിന്റെ പാന്റ് അടിച്ച് മതം നിർണയിച്ചു കഴിഞ്ഞിരുന്നു. വലിച്ചിഴച്ചു കൊണ്ടുപോയി കൈകാലുകൾ തല്ലിയൊടിച്ചു. പ്ലെയർ ഉപയോഗിച്ച് നഖങ്ങൾ പിഴുതെടുത്തു. ചെവിയിൽ മുറിവേൽപ്പിച്ചു. അതിഗുരുതരമായി പരിക്കേറ്റ അത്തർ ഹുസൈൻ ഡിസംബർ 12 രാത്രി മരിച്ചു. നീതിന്യായ വ്യവസ്ഥയെയും മതനിരപേക്ഷതയെയും വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യത്ത് വീണ്ടും ഒരു ആൾക്കൂട്ട കൊല നടന്നിരിക്കുന്നു. ഇത്തവണ ബീഹാറിലാണ്. ഡിസംബർ 5 രാത്രി റോ പോലീസ് സ്റ്റേഷനിലേക്ക് എമർജൻസി നമ്പർ 112 വഴി ഒരു കോൾ എത്തി. മോഷ്ടാവെന്ന് സംശയിക്കുന്ന ഒരാളെ ഭട്ടാ ഗ്രാമത്തിലെ നാട്ടുകാർ പിടികൂടി കെട്ടിയിട്ടിരിക്കുന്നു എന്നായിരുന്നു വിവരം. പറഞ്ഞ് മുഴുമിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ആ കോൾ അവസാനിക്കുകയും ചെയ്തു. രാത്രി 2:30ഓടെ പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അത്തർ ഹുസൈനെയാണ്. പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അദ്ദേഹത്തെ നവാഡ സദർ ആശുപത്രിയിലേക്ക് മാറ്റി. അതിഗുരുതരമായ പരിക്കുകൾ കാരണം പിന്നീട് പവാപുരി VIMS ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയി. ആശുപത്രി കിടക്കയിൽ വെച്ചാണ് സംഭവിച്ചത് എന്താണ് എന്ന് അത്തർ ഹുസൈൻ പറയുന്നത്. ഡിസംബർ 5 രാത്രി റോ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഭട്ടാപ്പാർ ഗ്രാമത്തിനടുത്ത് വെച്ച് സൈക്കിൾ പഞ്ചറായി. പരിസരത്ത് തീ കായുകയായിരുന്ന യുവാക്കളെ കണ്ട് സൈക്കിൾ ഉരുട്ടി അങ്ങോട്ട് പോയി അവരോട് അടുത്തെവിടെയെങ്കിലും സൈക്കിൾ റിപ്പയർ ഷോപ്പ് ഉണ്ടോ എന്ന് അന്വേഷിച്ചു. പക്ഷെ ആ ചോദ്യത്തിനുള്ള മറുപടി ആയിരുന്നില്ല കിട്ടിയത്. അവരുടെ ഭാവം മാറി. നിങ്ങളുടെ പേരെന്താണ്, ജോലി എന്താണ്, ചുറ്റും വളഞ്ഞ് അവർ ചോദിച്ചു. പേര് മുഹമ്മദ് അത്തർ ഹുസൈൻ എന്ന് പറഞ്ഞതോടെ സൈക്കിളിൽ നിന്ന് അടിച്ചു താഴെയിട്ടു. വലിച്ചിഴച്ചു കൊണ്ടുപോയി. കുറച്ചുപേർ പോക്കറ്റ് പരിശോധിച്ച് അന്ന് കച്ചവടം നടത്തി കിട്ടിയ 8000 രൂപ കവർന്നു. 4 പേർ ചേർന്ന് കൈകാലുകൾ കെട്ടി ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. പാന്റ് അടിച്ച് മതം ഉറപ്പിച്ചു പോയവർ പിന്നീട് ഏറെ നേരം കഴിഞ്ഞാണ് തിരിച്ചെത്തിയത്. കുറച്ചധികം പേരുണ്ടായിരുന്നു അവർക്കൊപ്പം. ഇഷ്ടികകളും വടിയും കൊണ്ട് അടിക്കാൻ തുടങ്ങിയവർ. ചെവികളും വിരലിന്റെ അറ്റവും പ്ലെയർ ഉപയോഗിച്ച് മുറിച്ചു. ഇരുമ്പ് വടി ചൂടാക്കി തൊലിയുരിച്ചു. ഒരാൾ നെഞ്ചിൽ ചവിട്ടി ശ്വാസം പൊട്ടിച്ചു. ആ സമയം വായിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ടായിരുന്നു.